അതാണ് ഇരുത്തലയൻ പാമ്പ്. നല്ല സ്നേഹത്തിലാണ്. മൂർഖനും ഉണ്ട് മലമ്പാമ്പും ഉണ്ട്. രണ്ടുപേരും ഒന്നിച്ച് കിടക്കണം അവിടെ. കുരങ്ങൻ്റെ മുഖം മൊത്തം ചോന്ന് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറശ്ശിനിക്കട സ്നേക്ക് പാർക്കിലുള്ളത് കണ്ണൂർ മിക്കവരും വരുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനിക്കട സ്നേക്ക് പാർക്ക്. വളരെ ഫേമസ് ആയ ഒരു പാർക്കാണിത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ അക്വേറിയം സെക്ഷനിലാണ്. ഇപ്പോഴാണ് മൊത്തം അക്വേറിയം. പണ്ട് ഇവിടെ മറൈൻ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കാണുന്നത് ഇപ്പം സാധാരണ നമ്മുടെ അക്വേറിയം കടയിലൊക്കെ പോയാൽ കാണുന്ന അതേ മീനുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സാധാ ബേസിക് ഓർണമെന്റൽ ഫിഷസ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇവിടെ. ഇത് കാണാൻ വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇതാണ് ഗോസ്റ്റ് ഫിഷ്. പുള്ളിക്കാരൻ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നാണ്. കേട്ടോ, മൊത്തം കാര്യമാണ്. ഒറ്റക്കാണ് പുള്ളിക്കാരൻ. പിന്നെ നമ്മുടെ ഷാർക്ക്, ആൽബൈനോ ഷാർക്ക്, ഓസ്കാർ, ടൈഗർ ഓസ്കാർ, പിന്നെ അർവാന മുള്ളുണ്ട്. ചെറിയ സാധനമാണ്. അല്ല, ഗോൾഡ് ഫിഷാണ്. കുറേ ഗോൾഡ് ഫിഷ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ ആമ. പണ്ട് ഇവിടെ ഒരു പൈത്തണൊക്കെ ഉണ്ട്. ഒരു പാമ്പുണ്ടായിരുന്നു ഇവിടെ. പൈത്തൺ ടാങ്ക് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പണ്ട്. പിന്നെ ഒക്കെ നമ്മൾ സാധാരണ ഒരു അക്വേറിയം ഷോപ്പിൽ പോയാൽ കാണുന്ന മീനുകളല്ലാണ്ട് ഒരു മീനും ഇവിടെ പുതുതായിട്ടില്ല. പണ്ട് ഇവിടെ മറൈൻ ഫിഷസ് ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ വളരെ റെയറായിട്ട് മാത്രമാണ് ആൾക്കാർ വളർത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അതും ഇല്ല. ജംഗിൾ കാറ്റ്, കാട്ടുപൂച്ച. ഇത് കാണപ്പെടുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, പിന്നെ മലേഷ്യ, കാംബോഡിയ, വിയറ്റ്നാം, ആ ഏരിയയിലൊക്കെ ഇതിനെ കാണാൻ പറ്റും. രണ്ടുപേര് നല്ല സുഖമായി കടന്നുറങ്ങിയാണ്. മുള്ളംപന്നിയാണ്. രണ്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒറ്റയുള്ള ഭക്ഷണമാണിത്. ആശാന്മാർ നല്ല ഉറക്കിലാണ്. മരപ്പട്ടിയാന്ന് തോന്നുന്നുണ്ട്. ഉറങ്ങുന്നിടയിൽ എഴുന്നേൽപ്പിച്ച് തീരെ ഇഷ്ടമായിട്ടില്ല. നോട്ടം കണ്ടറിയാം. തുറച്ച് നോക്കാണ്. ഇതിനൊക്കെ രോഗമാണ്. അത് സുഖമില്ലാത്ത കുരങ്ങന്മാരായിരുന്നു മൊത്തം. അതിൻ്റെ മുഖം മൊത്തം ചോന്ന് നടക്കാണ്. ചെറിയൊരു സാധനം, ചെറിയ കുരങ്ങ്. എന്താ പോയി. കൂടൊക്കെ നല്ല ക്ലീനാണ്. പക്ഷേ ഒരു കുരങ്ങൻ്റെ മുഖം മൊത്തം ചോന്ന് കിടക്കുന്നുണ്ട്. കുരുവൊക്കെ ആയിട്ട്. ഹലോ, പോണം. ഇതാണ് എമു പക്ഷി. ഇതിൻ്റെ അകത്ത് മൂങ്ങയാണുള്ളത്. ഉണ്ടോ? മൂങ്ങയുടെ കൂടെ. പക്ഷെ ഇതുണ്ട്, പരുന്തുണ്ട് ഇവിടെ. ഉണ്ടോ? ഒരു പരുന്ത് കണ്ട്. പിന്നെ മൂങ്ങ അവിടെ കിടക്കുന്നുണ്ട്.
അതാണ്ട, അതാണ് മൂങ്ങ സൈഡിൽ എന്നെങ്ങാണ്ടിരിക്കണ്ട അവിടെ. വേറൊന്നും ഇല്ല ഇവിടെ. ഇതവിടെ ഉണ്ട്, താഴെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് എന്നെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാനല്ലോ. പാമ്പുകളെ കണ്ടു തുടങ്ങി. അങ്ങനെ ആദ്യത്തെ പാമ്പ് ചേര ഞങ്ങാണ്ട് അവിടെ കിടക്കുകയാണ്. ഇവിടെ മുകളിലുണ്ട് ഒരെണ്ണം, മരത്തിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് പ്രേമികൾക്ക് നോക്കിക്കോ, കംപ്ലീറ്റ് പാഷൻ ഫ്രൂട്ടാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്. അടിപൊളി. ഓക്കെ, ഇത്രയും പാഷൻ ഫ്രൂട്ട് അവിടെയൊക്കെ വിരിഞ്ഞ് കിടക്കുകയാണ്. അടുത്തതായിട്ട് നീർക്കോലി ഇതേ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇതാണ് പെരുമ്പാമ്പ് അഥവാ ഇന്ത്യൻ റോക്ക് പൈത്തൺ. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ. നമ്മുടെ മൂർക്കനിലേക്ക് എത്തിയേക്കാണ്. അതേ അവിടെ കിടക്കുന്നുണ്ട് മൂർക്കൻ. ഇതിങ്ങനെ ഈ കൂട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ തരും. അങ്ങനെ നമ്മൾ മുതലകളുടെ സെക്ഷനിലേക്ക് എത്തിയേക്കാണ്. പാമ്പുകളൊക്കെ കഴിഞ്ഞു. പാമ്പുകൾ ഒന്നുമില്ല, ഒരു 5-6 പാമ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം മുതലകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ, ഓസ്ട്രേലിയൻകാരൻ. ആനിമൽ പ്ലാനറ്റിലെ ക്രോക്കഡൈൽ ഹണ്ടർ എന്നൊരു പ്രോഗ്രാമിലൂടെ ഫേമസ് ആയതാണ്. ഡോക്യുമെൻ്ററി സ്ക്രീനിങ് ഒക്കെ നടത്തുന്ന ചെറിയ ടി വി ഇവിടെ ഉണ്ട്. ചെറുതല്ല, വലിയൊരു ടി വി ഉണ്ട് ഇവിടെ. എന്താ ചെറിയൊരു ഗാലറി, ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല. ഇവിടെയാണ് തോന്നുന്നു പണ്ട് വലിയൊരു കിണറുണ്ടായിരുന്നത്. അതിൻ്റെ അത് മൊത്തം പാമ്പ്, പിന്നെ അതിനെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻസ് കാര്യങ്ങൾ. ഈ കാണിച്ച് ഇത്രയേ ഉള്ളൂ ഈ സ്നേക്ക് പാർക്കിൽ. വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി വേസ്റ്റ്. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ആകെ ഒരു കുറച്ചൊരു കോഫി ഷോപ്പിലേക്ക് ഇരിക്കുകയാണെങ്കിൽ കിളികളുടെ ഒക്കെ പാട്ട് കേട്ട് കുറച്ച് ഇരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പക്ക വേസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടലി വേസ്റ്റാണ്. പണ്ട് കുറേ പലതും ഉണ്ടായിരുന്നു, മാനൊക്കെ ഉണ്ടായ ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഒന്ന് കത്തിയതിന് ശേഷം ഇതാണ് അവസ്ഥ. 10-15 കൊല്ലം മുന്നാന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് തീ പിടിച്ചിട്ട് മൃഗങ്ങളൊക്കെ ചത്തു, പിന്നെ വീണ്ടും ഇത് റീബിൽഡ് ചെയ്താണ്. അതിന് ശേഷം ഇതാണ് അവസ്ഥ. മൊത്തം പോകും. പണ്ടൊക്കെ എനിക്ക് പറഞ്ഞു കുറേ പലതും ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒന്നുമില്ല. ഇവർ മോഡിഫൈ എന്ന് വെച്ചാൽ വെറും വേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പാമ്പുകളുടെ മറ്റൊരു സെക്ഷനിലേക്ക് എത്തിയേക്കാണ്. പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടെ വിഷമുള്ള പാമ്പുകൾ കുറച്ചുകൂടെ ഉള്ളത് ഇവിടെയാണ്. മറ്റേനെ കാട്ടി എനിക്കൊന്ന് ടെമ്പറേച്ചറാണെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. എനിക്ക് കാര്യം മൊത്തം വിഷമുള്ള പാമ്പുകളാണ്. ഇനിയിപ്പോൾ അതല്ല, ഇതിനെ കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയ ഒരു എൻവയറമെൻറ്റിൽ വെക്കണോ അതുകൊണ്ടാണോ ഇത് ഇങ്ങനെ ഇവിടെ വെച്ചതെന്നറിയില്ല. എന്താ പാമ്പ്, നമ്മുടെ സാധാ പച്ചയിലെ പാമ്പ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇവിടെ ശംഖ് പരയെന്നിട്ടൊരു പാമ്പാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ പേര് വെക്കുന്നത്. കണ്ടല്ലോ അവിടെ കിടക്കുന്നുണ്ട്. ചെറിയ പാമ്പാട്ടോ.
ഇതാണ് ഇരുത്തലയൻ പാമ്പ്. ഇവിടെ അവിടെയുണ്ട് ഒരെണ്ണം. ഇരുത്തലയൻ പാമ്പാണിത്. ഇത് വിഷമില്ലാത്ത പാമ്പാട്ടോ, നോൺ വെനമസ് ആണ്. ഈ കുളത്തിലുണ്ട് ഒരു പാമ്പുണ്ടല്ലേ. സ്റ്റോപ്പായി, എന്നെ കണ്ടിട്ട് അവിടെ സ്റ്റോപ്പായി. പാമ്പും തവളയും മീനുമാണ് ഇതിന് മെയിനായിട്ടുള്ളത്. മലമ്പാമ്പ്, പൈത്തൺ. ഇതിൻ്റെ സൈസ് കണ്ടില്ല, നേരത്തെ കണ്ടതിനെക്കാട്ടി എത്ര ഇരട്ടി സൈസ് ഉണ്ട് ഇതിന്. ഇത് ഏതാണെന്ന് അറിയില്ല, ഇത് മൂർഖനാണോ അത് വേറെ ഏതോ പാമ്പാണെന്ന് അറിയില്ല. വെള്ളത്തിൽ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. മൂർഖനും ഉണ്ട് മലമ്പാമ്പും ഉണ്ട്. രണ്ടുപേരും ഒന്നിച്ച് കിടക്കണം അവിടെ. രണ്ടൊരു തലയാണിത്. ഒരാളുടെ തല മൂർഖൻ്റെയും മലമ്പാമ്പിൻ്റെ തലയാണത്. മക്കളെ, ഇതാണ് കിങ് കോബ്ര. ഞാൻ കംപ്ലീറ്റ് സൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതവിടെ ഒളിച്ചിരിക്കുന്നത് മനസ്സിലാവണില്ല. ഇതാണ് കിങ് കോബ്ര. അപ്പോൾ രണ്ടുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്, ഒരെണ്ണം തവിടെയുണ്ട്. നമ്മൾ കംപ്ലീറ്റ് കറക്കവും കഴിഞ്ഞ് ഫുൾ പാർക്കും കഴിഞ്ഞ് ഇപ്പം നുർക്ക് കഫേയിൽ കയറിയേക്കാണ് ചായ കുടിക്കാൻ. വൈകുന്നേരത്തെ ചായ, നല്ല പതയുള്ള ചായ, അടിപൊളി ചായ. സൂപ്പർ അല്ലേ ചായ? അതൊരു കുഴപ്പമില്ല. ഭയങ്കര കൊതുകടി ഇവിടെ. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര കൊതുകടി. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഫാനുണ്ട്, കാറ്റുണ്ട്, നല്ലൊരു ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ഇവിടെ. വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ അധികം ക്രൗഡൊന്നും ഇല്ലാത്ത നല്ല സുഖത്തിൽ ഒഴിക്കാം. പിന്നെ പക്ഷികളുടെ ഒക്കെ സൗണ്ട്, ഇരിക്കാൻ നല്ല മൂഡാണ് ഇവിടെ. ഉറുപ്പ്യ കൊടുക്കുക, ഇവിടെ വരിക, ഇതിന്റെ ഉള്ളിലിരിക്കുക, ചായ ഓർഡർ ചെയ്തിട്ട് സമയം പോകുന്ന അറിയില്ല. നല്ല ഫീലാണ്. അങ്ങനെ സ്നേക്ക് പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ രണ്ട് ഫ്രണ്ട്സാണ്. എന്താ പേര്? രണ്ടുപേരും നമ്മുടെ പ്രണയമാണ് യാത്ര ഗ്രൂപ്പിൽ അഡ്മിഷനാണ്. അപ്പോൾ പ്രണയമാണ് യാത്ര ഗ്രൂപ്പിൽ അഡ്മിഷനാണ്. വാട്സപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. അങ്ങനെ പറശ്ശിനിക്കടവ് പാലത്തിലാണുള്ളത്. സ്നേക്ക് പാർക്ക് കഴിഞ്ഞു, പറശ്ശിനിക്കടവ് പാലാണിത്. നല്ല നീളമുള്ള പാലാണ്. വെള്ളം കണ്ടില്ല, പുഴ കണ്ടില്ല, നല്ല ഒഴുക്കുള്ള പുഴയാണ്. സൂപ്പർ വ്യൂ ആണ്, നല്ല കിടു വ്യൂ. ഇവിടെ സൈഡിലൊക്കെ ചായക്കടയൊക്കെ ഉണ്ട്. നല്ല ഒരു വൈബാണ്. ഇങ്ങനെ സ്നേക്ക് പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേക്ക് പാർക്ക് പഴയ പോലെ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് കാണാനൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരനോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത്, ഈ ഇടയ്ക്ക് ഗവൺമെൻറ് ഒരു പുതിയ നിയമം ഇറക്കി. ഗവൺമെൻറ് അതായത് ഇന്ന സ്പീഷീസിൽ പെട്ട ഇത്ര ജീവികളെ പാടുള്ളൂ, അത് ഇത്ര എണ്ണേ പാടുള്ളൂ, പിന്നെ അതിന് കൂടുതൽ പാടില്ല, അത് ഇത്ര ഏരിയ വേണം അതിന്. പിന്നെ ഉദാഹരണത്തിന് പാമ്പ് ആണെങ്കിൽ ഇത്ര പാമ്പുകൾ മാത്രമേ പാടുള്ളൂ, അതിന് വിഷമുള്ള പാമ്പ് ഇത്ര, വിഷമില്ലാത്തവ ഇത്ര, പിന്നെ കൂടിൻ്റെ സൈസ്, അതിൻ്റെ ക്ലൈമറ്റ്, അത് ശരിക്കും അതൊക്കെ ബേസിക്കാണ്. പക്ഷെ അതൊന്നുകൂടെ സ്ട്രിക്റ്റ് ആക്കി എടുത്തു. പിന്നെ ചില ജീവികളെ തീരെ പറ്റും, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഓൺഡാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരി, ഗുഡ് നൈറ്റ്.